നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറോണ വൈറസിന് മുന്നിൽ ചൈന ആകെ വിറങ്ങലിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ലോകമാകെ ഭീതി പടർത്തിക്കൊണ്ടാണ് കൊറോണ വൈറസ് ഇപ്പോൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. മരണസംഖ്യ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. സാർസ് മരണസംഖ്യയും കൊറോണ മറികടന്നു കഴിഞ്ഞിരിക്കുന്നു. ചൈനയിലെ ഹൂബൈ പ്രവിശ്യയിൽ വുഹാനിലാണ് കൊറോണ വൈറസിന്റെ പ്രഭവ കേന്ദ്രമെന്നതും എല്ലാവർക്കും അറിയാം. കൊറോണ വൈറസ് ബാധ നേരിടുന്നതിൽ ചൈനീസ് സർക്കാരിന്റെ വീഴ്ചയ്ക്കെതിരെ വലിയ ജനരോഷം ഉയർന്നിരുന്നു. ഇതിനിടെ വാർത്ത നൽകിയ മാധ്യമപ്രവർത്തകനെ കാണാതായി എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊറോണ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റിസൺ ജേർണലിസ്റ്റിനെയാണ് കാണാതായിരിക്കുന്നത്. ചൈനയിലെ അതിഭീകരത ലോകത്തെ അറിയിച്ചത് ചെയിൻ കൃഷിയും ഹാങ് ബിന്നുമായിരുന്നു. എന്നാൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അടുത്ത വാർത്തയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചൈനീസ് മാധ്യമ പ്രവർത്തകനായ ചെൻ നെ കാണാനില്ല. ചൈനീസ് സിറ്റിസൺ ജേർണലിസ്റ്റായ ചെയിൻ കൃഷിയാണ് വ്യാഴാഴ്ച മുതൽ കാണാതായിരിക്കുന്നത്. കൊറോണ വൈറസിന്റെ പ്രഭവ കേന്ദ്രമായ മധ്യ ചൈനയിലെ വുഹാനിൽ നിന്നാണ് ചെയിൻ കൃഷി എന്ന റിപ്പോർട്ടർ ഇപ്പോൾ കാണാതായിരിക്കുന്നത്. അവിടെ വെച്ചാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, ചൈനീസ് സർക്കാരിന്റെ വിലക്ക് മറികടന്ന് ചൈന യൂട്യൂബിലും ട്വിറ്ററിലും വുഹാനിലെ വാർത്തകൾ പോസ്റ്റ് ചെയ്തിരുന്നു. ചൈനീസ് സോഷ്യൽ മീഡിയയായ വൈബോ, വിചാറ്റ്, സോയിൻ എന്നിവ സർക്കാരിന്റെ കർശന നിരീക്ഷണത്തിലുമായിരുന്നു. വൈറസ് ബാധിച്ചവരെ നേരിൽ കണ്ടും ആശുപത്രികളിൽ പോയും ചൈന തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ സമൂഹ മാധ്യമങ്ങളിലും വൻതോതിൽ പ്രചരിച്ചിരുന്നു. വൈറസ് ബാധിത മേഖലകളിലെ യഥാർത്ഥ സ്ഥിതി വെളിപ്പെടുത്തുന്നവയായിരുന്നു ചൈന നൽകുന്ന റിപ്പോർട്ടുകൾ എന്നതും വ്യക്തമാണ്. മാധ്യമങ്ങൾക്ക് സർക്കാരിന്റെ കടുത്ത നിയന്ത്രണങ്ങളുള്ള രാജ്യത്താണ് ചൈന സാമൂഹ്യ മാധ്യമങ്ങളുടെ വിവരങ്ങൾ അറിയിച്ചതെന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത. സർക്കാരിന്റെ വിലക്ക് ലംഘിച്ച് ചൈന എല്ലാ ദിവസവും വുഹാനിലെ സ്ഥിതിഗതികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൊറോണ വൈറസ് ബാധ രൂക്ഷമായതിനെ തുടർന്ന് 2 ആഴ്ചയിലധികമായി വുഹാൻ നഗരം പൂർണ്ണമായി സ്തംഭിച്ച ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വ്യാഴാഴ്ച ചെയിൻ ഒരു സുഹൃത്തിനൊപ്പം ആശുപത്രിയിൽ പോയതാണെന്നും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല എന്നുമാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ചൈൻ കൃഷിയെ കാണാനില്ലെന്ന് പറഞ്ഞ് അമ്മ അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ചൈന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തുവാൻ ഓൺലൈൻ സുഹൃത്തുക്കൾ സഹായിക്കണമെന്നാണ് അമ്മ വീഡിയോയിൽ പറയുന്നത്. ചെന്നെ അധികൃതർ നിർബന്ധപൂർവ്വം പിടിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് സുഹൃത്തായ ഷൂങ്ഷിയ ഡോങ് ആരോപിച്ചത്. ചെന്റെ ഫോൺ ഇപ്പോൾ പരിധിക്ക് പുറത്താണെന്നാണ് സുഹൃത്തിന്റെ സംശയത്തിന് കാരണമായി വന്നത്. കഴിഞ്ഞ 20 മണിക്കൂറോളമായി ചെന്നെ കുറിച്ച് ഒരു വിവരവുമില്ല. ലോകത്തിന്റെ കണ്ണും കാതും വുഹാനിലേക്ക് എത്തിച്ചത് ഇവരുടെ ട്വിറ്ററിലും യൂട്യൂബിലൂടെയും പുറത്തു വന്ന വീഡിയോകൾ മൂലമായിരുന്നു. മൊബൈൽ ഫോണിലൂടെയാണ് ഇത്ര ദാരുണമായ വുഹാനിലെ സാഹചര്യങ്ങൾ വീഡിയോയിലൂടെ അവർ പുറത്തു കൊണ്ടുവന്നതും. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടുകൂടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഹാങ്ങും നിശബ്ദമായിരിക്കുകയാണ്. ആശുപത്രികളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ സംപ്രേഷണം ചെയ്തതിന് പിന്നാലെയാണ് ഹാങ്ങിനെ അധികൃതർ കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും ആശുപത്രിയിൽ നിന്നുള്ള അതിദാരുണ ദൃശ്യങ്ങളായിരുന്നു ഹാങ് അതുവരെ പുറത്തുവിട്ടിരുന്നത്. അവസാന വീഡിയോയിൽ കൊറോണ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട ചൈനയിൽ നടക്കുന്ന സംഭവങ്ങൾ കൃത്യമായി തന്നെ ലോകത്തെ അറിയിച്ചിട്ടുമുണ്ട്. വിവിധ തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ചൈനയിൽ ഇപ്പോൾ ഭരണകൂടം കൊണ്ടുവന്നിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലും നിയന്ത്രണങ്ങൾ വളരെയധികമായി തന്നെയുണ്ട്. US ആസ്ഥാനമായുള്ള ട്വിറ്ററിന് രാജ്യത്ത് വിലക്കമുണ്ട്. എന്നാൽ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കിലൂടെ ചൈനയിൽ നിരവധി പേർ ട്വിറ്റർ ഉപയോഗിച്ച് വരുന്നുമുണ്ട്. കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം കുറഞ്ഞതായി ചൈനയിലെ ഔദ്യോഗിക മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുമ്പോൾ സർക്കാരിനും ജനങ്ങൾക്കും ഇത്തരം വാർത്തകൾ വലിയ ആശ്വാസമാണ് നൽകുന്നത്. എന്നാൽ രോഗബാധിതരുടെ എണ്ണം കുറയുന്നില്ല എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്ന മറ്റൊരു വസ്തുത. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.